നമസ്കാരം. പ്രധാന വാർത്തകൾ. DC ബുക്സിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച EP. ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച EP ജയരാജൻ. അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പുസ്തകം പുറത്തുവിട്ടതെന്നും പുസ്തകം പിൻവലിച്ച മാപ്പ് പറയണമെന്നുമാണ് EP-യുടെ ആവശ്യം. സമൂഹത്തിൽ തേജോവധം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതോടുകൂടിയാണ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രചാരണായുധം നൽകുന്നതിന് വേണ്ടിയാണ്. ആത്മകഥ എന്ന നിലയിൽ DC ബുക്സ് പുറത്തുവിട്ട സർവ്വ പോസ്റ്റുകളും ആത്മകഥാ ഭാഗങ്ങളും പിൻവലിക്കണം. നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച തെറ്റ് പരസ്യപ്പെടുത്തണമെന്നും വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാത്തപക്ഷം സിവിൽ, ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് EP ജയരാജൻ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷോക്കേറ്റ് അച്ഛനും മകനും ദാരുണാന്ത്യം. പാലക്കാട് വാളയാറിൽ ഷോക്കേറ്റ് അച്ഛനും മകനും മരിച്ചു. വാളയാർ അട്ടപ്പള്ളം സ്വദേശി മോഹൻ, മകൻ അനിരുദ്ധ് എന്നിവരാണ് മരിച്ചത്. വാളയാർ പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചു. അച്ഛന് ഷോക്കേറ്റപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മകനും ഷോക്കേറ്റതെന്നാണ് വിവരം. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ചുവയിൽ നഗ്നതാ പ്രദർശനം. ചേർത്തലയിൽ യുവാവിന് തടവും പിഴയും വിധിച്ച കോടതി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക ചുവയോടെ ലൈംഗികാവയവം പ്രദർശിപ്പിച്ചെന്ന കേസിൽ യുവാവിന് തടവും പിഴയും വിധിച്ച കോടതി. അർത്തുങ്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അർത്തുങ്കൽ അരശ്ശേരി വീട്ടിൽ സെബാസ്റ്റ്യനെയാണ് ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി 6 മാസം തടവിനും 20,000 രൂപ പിഴയ്ക്കും വിധിച്ചത്. അയൽവാസിയും ബന്ധുവുമായ പെൺകുട്ടി വീട്ടിലെ മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കെ പ്രതി ജനലിലൂടെ പെൺകുട്ടിയെ വിളിച്ച് ശ്രദ്ധയാകർഷിച്ച് അവയവ പ്രദർശനം നടത്തുകയായിരുന്നു എന്നാണ് കേസ്. ആലപ്പുഴ ജില്ലയിലെ 27 സ്കൂളുകൾക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ച് കളക്ടർ. 6 CBSE സ്കൂളുകൾക്കും അവധി. സംസ്ഥാന ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ മേള നടക്കുന്ന 27 സ്കൂളുകൾക്കും വാഹനം വിട്ടു നൽകുന്ന 6 CBSE സ്കൂളുകൾക്കും നവംബർ 15, 18 ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ. ഇതുമായി ബന്ധപ്പെട്ട് ആകെ അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്കൂൾ അധികൃതർ സ്വീകരിക്കണമെന്നും കളക്ടറുടെ ഉത്തരവിലുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന മത്സരാർത്ഥികളെയും അധ്യാപകരെയും ശാസ്ത്രമേള നടക്കുന്ന വിവിധ വേദികളിലും താമസ സ്ഥലത്തും എത്തിക്കുന്നതിന് 6 CBSE സ്കൂളുകളുടെ വാഹനം അനുവദിക്കാനും കളക്ടർ ഉത്തരവിട്ടു. കുട്ടനാട് CPM-ൽ വീണ്ടും പൊട്ടിത്തെറി. 18 പേർ CPI-ൽ ചേർന്നു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം അടക്കം 18 പേർ CPI-ൽ ചേർന്നു. കുട്ടനാട് ഏരിയ സമ്മേളനം നടക്കാനിരിക്കെയാണ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു. നീക്കത്തിന് പിന്നിൽ 6 മാസം മുമ്പ് CPM വിട്ട് CPI-ലെത്തിയ രാമങ്കരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ ആണെന്നാണ് വിവരം. ഇതിന് പിന്നാലെ CPM-ന് രാമങ്കരി പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടമായി.